അതൊരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ചാർജ് ചെയ്യും. ഈ 6 മാസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് വന്നിരിക്കണം, അത് തരേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അതിന് ഞാൻ ഇത്രയായിരിക്കും റേറ്റ് എന്താ പറയുക ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ആണ് പലപ്പോഴും നടക്കുക. സോ ഐ തിങ്ക് ദാറ്റ്സ് ഈ ഒരു മോഡ് എനിക്ക് ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ക്ലയന്റിന്റെ അടുത്ത് സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു I haven't taken a step back and evaluated it so much. പക്ഷെ ഒരു 80% ക്ലയൻസിലൂടെ ഇതുവരെ ഞാൻ വർക്ക് ചെയ്തതിൽ ഇങ്ങനത്തെ ഒരു മോഡ് ഓഫ് വർക്ക് എസ്റ്റാബ്ലിഷ് ഉണ്ട്. ഞാൻ ഈ 80% പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് നമ്പർ. ഞാൻ അറ്റ് എ ടൈം ഒരു 2-3 ക്ലയൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു മാസം ഒരു ക്ലയന്റ് തന്നെ 80 മണിക്കൂർ കൊടുക്കുക അല്ലെങ്കിൽ 60 മണിക്കൂർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൂട്ടിയ ഒരു 3 ക്ലയൻസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിലെല്ലാം നമ്മൾ സൂപ്പർ ഹ്യൂമൻ ആയിരിക്കണം. സോ ബേസിക്കലി അതാണ് ഇപ്പോഴത്തെ എന്റെ മോഡ് ഓഫ് വർക്കിംഗ്. ഇത് എല്ലാ ഫ്രീലാൻസേഴ്സിനും വർക്ക് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിലോ ഒരു പക്ഷെ തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല പോർട്ട്ഫോളിയോ വേണം. കാരണം നിങ്ങൾ ചെയ്യുന്ന വർക്ക് കൂടുതൽ ഒരു വിസറൽ ഔട്ട്പുട്ടാണ്. അതൊരു ചെറിയ ടൈം ലൈനിൽ തീർത്ത് കൊടുക്കേണ്ട ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിന്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ ചെയ്ത മറ്റു വർക്കുകൾ കുറച്ചുകൂടെ വിഷ്വലി പലർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റും, അൺലൈക്ക് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ. അപ്പോ depending on where you want to find your niche as a designer, be it a graphic designer, be it a type designer, be it a interface designer, നിങ്ങൾ പോർട്ട്ഫോളിയോ വേണോ, നിങ്ങൾ പോർട്ട്ഫോളിയോ ആയിട്ട് എന്ത് പ്രൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളത് വേരി ചെയ്യാം. എന്റെ കേസിൽ ഇത് വർക്ക് ചെയ്യുന്നു, അത് എല്ലാവരുടെ കേസിലും വർക്ക് ചെയ്യും എന്നുള്ളത് ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, സോ വേറെന്താ ചോദ്യം എന്നുള്ളത്? ഹിരൺ, ഇഫ് യു ആർ ലിസണിങ് ഒന്ന് ടൈപ്പ് ചെയ്യാടോ. വേറെ എന്തൊക്കെയാണ് എന്താ ചോദ്യം ചോദിച്ചിരുന്നത്? എനിക്കൊന്ന് അവൻ പിന്നെ ചോദിച്ചിരുന്ന കാര്യം ക്ലയന്റിനോട് എങ്ങനെ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, ഇതും എനിക്കിതിനൊരു കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ പറ്റുന്നില്ല ഇപ്പോ. ഒന്ന് ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളൊരു കമ്പനിയിൽ add me. Okay, go live with KDK official. സോറി കേട്ടോ, അവനെ ആഡ് ചെയ്യാൻ പറയുന്നു. ഹലോ, കേക്കാവോ? എന്റെ മാഷ, ഞാൻ മറ്റൊരു മൊബൈലിൽ നിന്ന് അരമണിക്കൂറായിട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഇപ്പം ബെറ്റർ ആണല്ലോ. ഇല്ല, എക്കോ ഉണ്ടോ? വേറെ വല്ലവരും പറയട്ടെ. ഇതിന്റെ ക്യാമറയുടെ ഫ്രണ്ട് പൊളിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ എന്താ പറയുക ക്ലൗഡ് മിസ്റ്റ് മോഡൊക്കെ വരുന്നത്. നല്ല രസമുണ്ട്, ഗ്ലാമർ ഒക്കെ ഉണ്ട്, നല്ലൊരു ഭയങ്കര ലൈറ്റ് എഫക്റ്റ് ആയി. ഇല്ല എക്കോ ഇല്ല, ഓഡിയോ ഇസ് ഗുഡ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സ്പെക്ടേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 3 ക്ലയന്റിനൊപ്പം ഒരേ നേരത്തെ വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇതില് പ്രോസസ്സ് സെറ്റ് ചെയ്യുന്നത് എത്രത്തോളം നമ്മളാണ്, അതോ അതിലാണോ പ്രോസസ്സ് സെറ്റ് ചെയ്യുന്നത്? ഓക്കെ, കുറച്ചൊക്കെ നമ്മൾ പ്രോസസ് സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പലതിലും അവരുടെ പ്രോസസ്സുമായിട്ട് ട്യൂൺ ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. കാരണം എല്ലാ കമ്പനികളും ഒരേ മോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആണോന്നില്ല. ചിലര് വളരെ പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള കമ്പനികളായിരിക്കാം, ചിലര് ഭയങ്കര ആഡ് ഹോക്ക് ആയിരിക്കാം. അപ്പോ ഈ ഓരോ സത്യം പറ യു ക്യാം അല്ലേ റോഷൻ? സോ കളി അടിക്കാതെ കാര്യം സീരിയസ് ആയിട്ട് വർത്താനം പറയുമ്പോ എടാ ആനന്ദ്, എല്ലാരും കേൾക്കാനാണ്. ആനന്ദിന്റെ വൈഫിന്റെ മൊബൈലിൽ നിന്ന്, ഞാൻ എന്റെ വൈഫിന്റെ മൊബൈലിൽ നിന്നാണ്. ഇതാണ് ഏതാണ്ട് ഇന്ത്യയിലെ UX ഡിസൈനർമാരുടെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. 5 മിനിറ്റ് ഞങ്ങളിങ്ങനെ മാറി എന്താ പറയാ നാടായ നാട്ടിലെ എല്ലാ ഡിവൈസിലും എന്താ പറയാ പാസ്വേഡും യൂസർ നെയിമും ഷെയർ ചെയ്ത് വല്ലാത്തൊരു എക്സ്പെരിമെന്റ് മോഡിലാണ് ഇപ്പൊ തന്നെ. എന്താ പറയാ, അപ്പൊ അതാണ് അവസ്ഥ. റോഷനുള്ള നമുക്ക് റോഷൻ ലൈവ് വരുന്ന ദിവസം കൊടുക്കാം. അപ്പോ കണ്ടിന്യൂഷൻ പ്രോസസ്സസ് സോ ചില കമ്പനികളുണ്ട് അവര് ഭയങ്കര എന്താ പറയാ ഡിസൈൻ എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻപുട്ട് മതിയാവും അവർക്ക്. അല്ലെങ്കിൽ അവർ അത്രേ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കാരണം കൂടുതലും ബാക്കിയുള്ളത് അവര് ഓക്കെ അഗൈൻ പ്രാക്ടിക്കൽ ഇതുണ്ട്. ഞാനൊരു കമ്പനിക്ക് 30 മണിക്കൂറാണ് അവർക്ക് നമ്മളെ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രീംലി നമ്മുടേതായ ഒരു പ്രോസസ്സിൽ അവരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ് ഡസന്റ് മേക്ക് പ്രാക്ടിക്കൽ സെൻസ് ഓൾസോ. ആ 30 മണിക്കൂറിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ കൊടുത്തതിന് ശേഷം അവരുടേതായ പ്രോസസ്
പ്രോസസ്സിൽ അവർ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് അതിനെ നമുക്ക് എയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഞാൻ അവർക്ക് വിട്ടുകൊടുക്കാറാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഒരു ബേസ് മിനിമം റിക്വയർമെന്റ് എന്റേതായ രീതിയിൽ വേണം. കാരണം ഇപ്പൊ ഞാനൊരു പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ എനിക്കൊരു മിനിമം PRD വേണം. ആ PRDയിൽ നിങ്ങളുടേതായ സൈഡിൽ ഇന്ന തന്നെ ഇൻപുട്ട് വേണം എന്നുള്ളത് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അതില്ലാത്ത പക്ഷം എന്താ പറയാ, കോൺട്രാക്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പൈസ കിട്ടും എല്ലാ മാസവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു മിനിമം റിക്വയർമെന്റ് ആയിട്ട് പലതും വരണമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ ക്ലയന്റ് ടു ക്ലയന്റ് സംടൈംസ് ചില വർക്കിംഗ് റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ ഇതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ അഡാപ്റ്റ് ചെയ്യാറാണ്, അവരുടെ പ്രോസസ്സിന് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാറാണ് ശ്രമിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഈ വീണ്ടും 3 എന്നുള്ള വാല്യൂലേക്ക് വന്നുകൊണ്ട് ലെറ്റ്സ് അസ്യൂം 3 ക്ലയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 ആൾക്കാർക്ക് കൺസൾട്ടേഷൻസ് ഉണ്ടെങ്കിൽ ഇത് 3 ടൂളുകളാണ്. ഇതൊരു ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻസ് ആവാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ്? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കമ്പനിയിൽ തന്നെ 3 പ്രൊഡക്റ്റോ 4 പ്രൊഡക്റ്റിലൂടെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ബേസിക്കലി സ്ട്രക്ചർ എല്ലാവരും സിമിലർ ആയിരിക്കും, എല്ലാവരും ഒരേ പ്രൊഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു അവസ്ഥ, അതായത് ഒരാള് സ്റ്റോറീസിലേക്ക് എത്താം ഋഷി. അപ്പൊ എന്താ പറയാ, അപ്പൊ ഈ പരന്ന് കിടക്കുന്നതിന്റെ അവസ്ഥ അത് എത്രത്തോളം നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും? അല്ലെങ്കിൽ നമ്മള് പുതിയൊരു 4ാമത് ഒരാൾ വരുന്ന കാലത്ത് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് പോലെ വല്ലതും പറഞ്ഞു കൊടുക്കാറുണ്ടോ? കൂടുതലും ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൽ വളരെ ഏർലി ഓൺ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വളരെ ഏർലി ഓൺ തന്നെയാണ് നമ്മൾ ഡിസൈൻ ഇന്റർവെൻഷനിൽ ചെല്ലുന്നത്. അപ്പൊ കുറച്ചൊക്കെ നമ്മുടെ ടൂൾസ് അവരിൽ കൊണ്ടുവരാൻ അവരെ അഡോപ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ തുടക്കത്തിൽ ഫോട്ടോഷോപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ സ്കെച്ച് വെച്ച് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് സ്കെച്ചിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫിഗ്മ വന്ന സമയത്ത് പലരെയും നമ്മൾ മാറ്റിക്കാൻ ശ്രമിച്ചു. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ തോന്നാറുള്ളത് ഡിസൈൻ ഡെലിവറിക്ക് ശേഷമാണ്. കാരണം പലപ്പോഴും ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ഹാൻഡ് ഓഫിന് പോകുമ്പോൾ പലരും പല ടൂളുകളിലാണ് കംഫർട്ട് കാണുന്നത്. ചിലര് ട്രെല്ലോ പോലത്തെ ഒരു വളരെ ഈസി ആയിട്ടുള്ള വിഷ്വൽ മോഡില് എന്താ പറയാ ഇംപ്ലിമെന്റേഷൻ നടത്താറുണ്ട്. ചിലര് കുറെ കൂടെ ജീര പോലത്തെ ഒരു കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റത്തിലേക്ക് പോകാറുണ്ട്. അപ്പൊ നമ്മളൊരു കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ സ്വിച്ച് ബിറ്റ്വീൻ ദീസ് മോഡ്സ് കുറച്ച് പ്രശ്നം ഉണ്ടാകാറുണ്ട്. കാരണം എനിക്ക് ഐ എം നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ ജീര പോലത്തെ ടൂളില്. ബട്ട് കമ്പനീസ് ആർ കംഫർട്ടബിൾ, സം കമ്പനീസ് ആർ കംഫർട്ടബിൾ. സോ അങ്ങനത്തെ ചില കേസുകളിലെ പ്രോസസ്സ് അവരുടെ പ്രോസസ്സുമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഋഷി ഇപ്പൊ അതിന്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന PRD മാത്രമാണോ അതോ യൂസർ സ്റ്റോറി ആനന്ദാണോ ക്രിയേറ്റ് ചെയ്യുക, അതോ അവിടുത്തെ പ്രോജക്ട് മാനേജറാണോ, എങ്ങനെയാണ്? PRD ആണ് പലരും അവര് ക്രിയേറ്റ് ചെയ്യാറുള്ള PRD മാത്രമാണ്. പിന്നെ യൂസർ സ്റ്റോറി നമ്മൾ ഒരു PRD ഡിസ്കഷൻ സ്റ്റേജില് നമ്മളൊരു എന്താ പറയാ ആ കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. ഇതാണ് എന്റെ ഞാൻ പലപ്പോഴും ഒരു യൂസറിന്റെ ഷൂല് നിന്ന് ആലോചിക്കാറുണ്ട് PRD വായിച്ചു കഴിയുമ്പോൾ. അപ്പൊ ഞാനത് പ്രസന്റ് ചെയ്യാറുണ്ട്. ഇതാണ് എന്റെ അസംഷൻ, ഇതാണോ യൂസർ സ്റ്റോറി, ക്യാൻ യു എന്റെ അസംഷൻസ് ഞാൻ പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതില് ആ സമയത്ത് അവര് അതിനെ വാലിഡേറ്റ് ചെയ്യാറുണ്ട്. വാലിഡേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുക, ആ ഒരു മോഡിലാണ് പലപ്പോഴും പോകാറുള്ളത്. കാരണം ഞാൻ അവരോട് പലപ്പോഴും യൂസർ സ്റ്റോറി എഴുതാൻ പറയാറില്ല. കാരണം അതിൽ ചില ബയാസുകൾ വരാം. കൂടുതലും റിക്വയർമെന്റ് എന്താണ്, നിങ്ങൾക്ക് ഇതിൽ ബിസിനസ് ഗോൾ എന്താണെന്നുള്ളത് മാത്രം ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം യൂസർ സ്റ്റോറി ഒരു ഫസ്റ്റ് കട്ട് നമ്മളവിടെ പ്രസന്റ് ചെയ്ത ശേഷം അവരുടെ വാലിഡേഷൻ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യും. അപ്പോ ഏതാണ്ട് ഇപ്പോ ഒരു ഫ്ലോ ആയിട്ട് നമ്മൾ ഇതിനെ ഒരു പ്രോസസ് ആയിട്ട് കാണുകയാണെങ്കിൽ ശരിക്കും പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ ഇപ്പൊ ഞാനൊക്കെ കണ്ടിരിക്കുന്ന ഒരു സാധനം, യൂസർ സ്റ്റോറി എഴുതുന്നതിന് മുമ്പ് ഒരു പ്രൊഡക്ട് മാനേജറായിട്ട് കൂടുതൽ ഒരു പ്രീ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു പ്രീ IPM ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ഡിസൈൻസിനെ കാണാറുള്ളത്. അതായത് യൂസർ സ്റ്റോറിക്ക് മുമ്പത്തെ ഡോക്യുമെന്റ്സും റിസർച്ചും ഡേറ്റയും എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസൈൻ ഉണ്ടാക്കുകയും ഡിസൈനിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മാനേജർ ഇരുന്ന് അതിന്റെ യൂസർ സ്റ്റോറി ഉണ്ടാക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള 2 കമ്പനികളിലും ഒക്കെ കണ്ടിരിക്കുന്നത്. അത് തന്നെയാണോ മിക്കവാറും സ്ഥലങ്ങളിലും ചെയ്യാറുള്ളത്? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടതിൽ അങ്ങനെ ഒരു ഈ പറയുന്ന ഒരു പക്ഷേ ഒരു ആ യൂസർ സ്റ്റോറി ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുമ്പോഴോ
ചെയ്യാറുള്ളതായിരിക്കാം. പക്ഷെ ഞാൻ ചെയ്ത് കൂടുതലും റിക്വയർമെന്റിന് ശേഷം അറ്റ്ലീസ്റ്റ് ഡിസൈൻ ഇവാലുവേഷൻ സമയത്ത് ഒരു യൂസർ സ്റ്റോറി ആയിട്ട് മാപ്പ് ചെയ്യാൻ ശ്രമിക്കാറ്. നോട്ട് ആഫ്റ്റർ ദി യൂസർ സ്റ്റോറി ഡസൻ യൂഷ്വലി കം ആഫ്റ്റർ ദ ഡിസൈൻ, അല്ലെങ്കിൽ ആ ഡിസൈനിന്റെ ഡെറിവേഷൻ ആയിട്ടല്ല സാധാരണ പോകാറുള്ളത്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ്, വർക്ക് ചെയ്യുന്ന സ്പെസിഫിക് ടൈം മാനേജ് ചെയ്യും, ഡെഡ് ലൈൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു തുടങ്ങിയ ഫിലോസഫിക്കൽ ചോദ്യങ്ങളും കൂടിയുണ്ട്. ശരിക്കും ഒരു ലാസ്റ്റ് പേഴ്സൺ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. വർക്ക് ലൈഫ് അല്ലെങ്കിൽ വർക്ക് ആൻഡ് ഇതെന്നുള്ള ഒരു പണ്ട് തന്നെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം പണ്ട് തൊട്ട് തന്നെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ വർക്ക് വീട്ടിൽ കൊണ്ടുവരികയും, വീട് ഏതായാലും ഓഫീസിലോട്ട് കൊണ്ടുപോയിട്ടില്ല, ഇപ്പൊ അതാണ് നടക്കാറുള്ളത്. പക്ഷെ അതൊരു പ്രശ്നമാണ്. എപ്പോഴാണ് പേഴ്സണൽ സ്പേസ്, എസ്പെഷ്യലി നമ്മളൊരു ഹോം ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊരു ചാലഞ്ച് തന്നെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ഓഫീസിൽ പോകുമ്പോഴത്തെ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ്, നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ചിലപ്പം ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സമയത്തിന്റെ കാര്യത്തിലും പല കാര്യങ്ങളും നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴുള്ള ചില ഇതൊക്കെ ഉണ്ട്. കൊറിയർ സർവീസ് തൊട്ട് വീട്ടിലെ മെയിൻ്റെനൻസ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കയറി വരാം, നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ലോക്ക്ഡൌണിൽ ഇരിക്കുമ്പോൾ പലരും പറയാറുണ്ടല്ലോ, ഇന്ന് അത് തന്നെ നടക്കും. അത് എന്റെ ജീവിതം അത് തന്നെയാണ്, എപ്പോഴും അത് തന്നെയാണ്. ഈ അടുത്തായിട്ട് ലോക്ക്ഡൌണിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് റിയാസ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്ക് ലൈഫ് മാറിയിട്ട് ഇപ്പൊ കുറച്ചും കൂടി ബാലൻസ് കുറഞ്ഞിട്ട് ഫുൾ ടൈം വർക്കായി മാറിയിട്ടുണ്ട് എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ആസിഫ് ചോദിക്കുകയും ചെയ്തിരുന്നു, റിമോട്ട് ജോബ് ചെയ്യുമ്പോൾ ക്ലൈന്റ് ഇന്ററാക്ഷൻസിന്റെ സ്റ്റൈല് മാറുമ്പോ, അതായത് നിങ്ങൾ അതെങ്ങനെയാണ്, അതിന്റെ നെഗറ്റീവ്സ് എന്താണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ നോക്കുമ്പോ? ലൈക്ക് മനസ്സിലായില്ല, ഇപ്പൊ നോക്കുന്നെന്ന് പറയുമ്പോ ഈ ലോക്ക്ഡൌണിന്റെ സിനാരിയോ അല്ലോ. ലോക്ക്ഡൌണിന്റെ സിനാരിയോയും ഇപ്പൊ ഒരു 5 വർഷത്തോളമായിട്ട് ആക്ച്വലി വർക്ക് ഫ്രം ഹോം ആണല്ലോ. ഓഫീസിൽ പോയി വർക്ക് ചെയ്യാറുണ്ടോ ക്ലയൻസിന്റെ? ഉണ്ട്. ഞാൻ മിക്കവാറും ക്ലയൻസിന്റെ കൂടെ മന്ത്ലി വൺസ്, അല്ലെങ്കിൽ ചെന്നൈയിലുള്ള ഒരു ക്ലയന്റിന്റെ കൂടെ ആണെങ്കിൽ വീക്ക്ലി വൺസ് ഞാൻ പോകാറുണ്ട്. കാരണം നമ്മൾ ഭയങ്കര ഐസൊലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി ഈ ഒരു ഫീൽഡിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആണ്. നമ്മൾ ഫിഗ്മയിൽ കൊടുക്കുന്ന ഔട്ട്പുട്ടിനെക്കാളും കൂടുതൽ യു നീഡ് ടു നോ ദ കേപ്പബിലിറ്റി ഓഫ് ദാറ്റ് ടീം. അവരുടെ വർക്ക് ലോഡ് എന്താണെന്ന് അറിയണം. ചില കാര്യങ്ങളൊക്കെ വളരെ ടാക്ട്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ ഡിസൈൻ, നമ്മുടെ ഇതെങ്ങനെ എക്സിക്യൂഷൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫ്രസ്ട്രേറ്റ് ആവും. കാരണം പലപ്പോഴും ദാറ്റ്സ് വെരി റിയലിസ്റ്റിക്. എസ്പെഷ്യലി സ്റ്റാർട്ടപ്പുകളിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് എ വെരി ഐഡിയൽ വേൾഡ്. നമ്മൾ കൊടുക്കുന്നു, എത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്താലും അല്ലെങ്കിൽ എത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചാലും ഒരു പക്ഷേ ഔട്ട്പുട്ട് മേ നോട്ട് ബി ദ വേ യു വാണ്ട്. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ ഇനിഷ്യലി വരുമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴൊക്കെ അത് കുറച്ചൊക്കെ ഐ ലേൺ ടു ലിവ് വിത്ത്. കഴിയുന്നതും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ചില സമയത്ത് പറ്റുന്നില്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് ഒരു വിൽ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് സീ വെയർ ഇറ്റ് ഗോസ് വിത്ത് ദെയർ കറന്റ് കേപ്പബിലിറ്റി. ഓർ ദെയർ കേപ്പബിലിറ്റി മാത്രമല്ല, ചില സമയത്ത് ബിസിനസ് റിയാലിറ്റി തന്നെ ആയിരിക്കും. ഇപ്പോ സഡൻലി സ്റ്റാർട്ടപ്പിന്റെ കേസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം ചേഞ്ചസ് വരുന്നുണ്ട്. ബിസിനസ് ഐഡിയാസ് മാറുന്നുണ്ട്. ഒരു കോമ്പറ്റീറ്റർ സഡൻലി കം അപ്പ് വിത്ത് സംതിങ് വേ ബെറ്റർ ദാൻ യു ഹാവ് ബീൻ പ്ലാനിങ്. സഡൻലി ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കുറച്ചൊരു ബാക്ക് ഫുട്ടിൽ നിന്ന് കളിക്കേണ്ടി വരും. അതിനിടയിൽ ഒരു വർക്ക് ഫ്ലോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് വർക്ക് ഫ്ലോ എന്നുള്ളത്? വർക്ക് ഫ്ലോ എസെൻഷ്യലി ഞാൻ പറഞ്ഞ തന്നെയാണ്. അപ്പൊ അത് പ്രോജക്ട് ഓക്കെ, ഈ ചിലര് സ്പ്രിന്റ് ബേസ്ഡ് വർക്ക് ചെയ്യും. ഇപ്പോ ഒരു 2 ആഴ്ച 3 ആഴ്ച സ്പ്രിന്റിന് നമ്മൾ തുടക്കത്തിൽ ഇതാണ് ഈ ബിസിനസ് പ്രോബ്ലംസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഒരു ഇനിഷ്യൽ കോൾ ഉണ്ടാവും. ആ ഇനിഷ്യൽ കോളിന് ശേഷം നമ്മൾ ഇത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു റഫ് അബ്സ്ട്രാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന മിക്കവാറും പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെ ഭാഗങ്ങൾ ഒരു 2 ആഴ്ച 3 ആഴ്ചത്തെ ടൈം ഫ്രെയിമിലാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത്. അതായത് ഡിസൈൻ ഔട്ട്പുട്ട്, ഇംപ്ലിമെന്റേഷൻ മൈറ്റ് ടേക്ക് ലോങ്ങർ. പക്ഷെ നമ്മളൊരു ഡിസൈൻ ബാക്ക്ലോഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ 2 ആഴ്ച 3 ആഴ്ച സ്പ്രിന്റ് സൈക്കിൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഒരു ഡിസൈൻ പ്രോബ്ലം വരുന്നു, അവരതിനൊരു PRD പോലെ ഉണ്ടാക്കുന്നു. അല്ലെ PRD ഇല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ നടക്കുന്നു. ആ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷന് ശേഷം അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ പറയാ, ഈ പറയുന്ന യൂസർ സ്റ്റോറി ഏത് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂസർ സ്റ്റോറി എന്റെ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് ഒരു വർക്ക് ഫ്ലോ ആയിട്ട് വയർ ഫ്രെയിംസോ അല്ലെങ്കിൽ ആർട്ട് ബോർഡ് ഫിഗ്മ സ്റ്റോറീസോ ആയിട്ട് നമ്മൾ അവർക്ക് പ്രസന്റ് ചെയ്യുന്നു. അതിൽ യൂസർ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ ഫീഡ്ബാക്ക് നമ്മൾ
അതൊരു ഒന്നോ രണ്ടോ മൂന്നോ ഇറ്ററേഷനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് അത് എടുക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ പിന്നെ അതിനെ റീവിസിറ്റ് ചെയ്തിട്ട് അത് ഡെവലപ്പേഴ്സിന് പ്രസന്റ് ചെയ്യുന്നു വെൻ ദേ ആർ റെഡി ടു ടേക്ക് ഇറ്റ് അപ്പ്. അപ്പൊ ആ സമയത്ത് ചില സമയങ്ങളിൽ പ്രോഡക്റ്റിന്റെ അപ്പോഴത്തെ സ്റ്റേജ് അനുസരിച്ച് അല്ലെങ്കിൽ അപ്പോഴത്തെ കേപ്പബിലിറ്റി അനുസരിച്ച് റീവർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ തന്നെ ഒന്നുകിൽ ചില ബിസിനസ് കൺസേൺസ് അനുസരിച്ച് അല്ലെങ്കിൽ ബിസിനസ് സജഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരാറുണ്ട്. സോ ഇതാണൊരു റഫ് ഔട്ട്ലൈൻ. അതേപോലെ തന്നെ ഡെഡ് ലൈനുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, റിമോട്ട്ലി വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, നമ്മളെ കൊണ്ട് കൊത്താൻ പറ്റാത്തത് ഞാൻ കൊത്താറില്ല. കാരണം എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെൽ അഹെഡ് ഓഫ് ടൈം. സോ ഇപ്പൊ ഈ 2 ആഴ്ചത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞല്ലോ, 2 ആഴ്ചക്കുള്ളിൽ ഒരു കാര്യം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 ആഴ്ചയുടെ അവസാനം പോയിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് നോട്ട് ഫെയർ ഓൺ അസ് ഓർ ദം. സോ കാര്യം കഴിയുന്നതും ഒരു മിഡ് വേ ത്രൂ എന്തെങ്കിലും എനിക്ക് പറ്റിയില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആൻഡ് വൺ തിങ്, ഞാൻ പലപ്പോഴും പെർഫെക്ഷനെ പറ്റി നോക്കാറില്ല. ഒരു 2 ആഴ്ചക്കുള്ള ഒരു കാര്യം തീർക്കണം എന്നുണ്ടെങ്കിൽ അത് കഴിവിന്റെ മാക്സിമം ശ്രമിച്ച് തീർക്കാനേ ശ്രമിക്കാറുള്ളൂ. ബിക്കോസ് വൺ തിങ് വാട്ട് ഐവ് ലേൺഡ് ഇൻ സ്റ്റാർട്ടപ്പ് ഇസ് ദാറ്റ് നമ്മൾ എന്ത് കൊടുത്താലും ദർ ഇസ് സ്റ്റിൽ ടൈം ഫോർ യു ടു ഫൈൻ ട്യൂൺ ഇറ്റ്, എസ്പെഷ്യലി ഇൻ എ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്. അൺലെസ് ഇറ്റ്സ് എ വെരി ഗ്രേവ് ബേസിക് മിസ്റ്റേക്ക്, ദർ ഇസ് ഓൾവേസ് സ്കോപ്പ് ഫോർ യു ടു ഇംപ്രൂവ് ഇറ്റ്. ഈ ഫീഡ്ബാക്ക് സൈക്കിൾസ് വന്നുകൊണ്ടിരിക്കുമ്പോഴും പലപ്പോഴും നമുക്കതെടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി വെൻ യു ആർ വർക്കിംഗ് വിത്ത് എ കമ്പനി ഇൻ എ ലോങ്ങർ പീരീഡ്. അപ്പോ അതിന്റെ ഇടയിൽ അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ മൂന്നാമത് വെച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എക്സ്പെക്ടേഷനിലേക്ക് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അതിന് മുമ്പ് ആൾക്കാർ 2 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് ഡിസൈൻ റിവ്യൂ എങ്ങനെ നടക്കുന്നു. അതായത് ഡിസൈൻ കൊടുക്കുന്നു, ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് ഒരു ഏർലി ബീറ്റ സ്റ്റേജിലാണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ അവർ റിലീസ് ചെയ്തതിനു ശേഷം എങ്ങനെ, ആ പ്രോസസ് എങ്ങനെ? സോ ഡിസൈൻ റിവ്യൂസ് പലപ്പോഴും നടക്കുന്നത് ഇങ്ങനത്തെ പ്രോജക്റ്റുകൾ ഞാൻ പോയി റിവ്യൂ എടുക്കുന്നതിലും കൂടുതൽ സോ ബിസിനസ്സിന് തന്നെ പലപ്പോഴായിട്ട് പല ചാനലിലൂടെ നമുക്ക് ഫീഡ്ബാക്ക് വരാറുണ്ട്. ഒന്ന്, ചില കേസുകളിൽ ഡിസൈൻ വെളിക്ക് പോകുന്നതിന് മുമ്പ് ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി ആണെങ്കിൽ അത് നമ്മൾ ഡെവലപ്മെന്റ് പോകുന്നതിന് മുമ്പ് തന്നെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അവരുടേതായ ചാനലുകളിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ തന്നെ നെറ്റ്വർക്കിൽ കൂടെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് എ ഹ്യൂറിസ്റ്റിക് ആൻഡ് യൂസബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ അതിനുശേഷം ഇംപ്ലിമെന്റേഷന് ശേഷം നടക്കുന്ന റിവ്യൂസ് പലപ്പോഴും നമുക്ക് ഫീഡ്ബാക്ക് വരാറുള്ളത് ഡയറക്റ്റ് കസ്റ്റമർ ഫീഡ്ബാക്കുകളിൽ നിന്നായിരിക്കും. ഇന്നിപ്പം നമുക്ക് പലപ്പോഴും ഒരു കമ്പനി ഉണ്ട്, അവര് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തു. സോ അവരുടെ യൂസേഴ്സിന്റെ ആയുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പലപ്പോഴും ഒരു പുതിയ ഫീച്ചർ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിന് ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് പോലെ നമ്മൾ അവർക്ക് റിലീസ് ചെയ്യും. റിലീസ് ചെയ്തിട്ട് അവരുടേതായ ഫീഡ്ബാക്ക് വാങ്ങിക്കാറുണ്ട്. സോ റിയർലി ഫീഡ്ബാക്ക് പ്രീ ബീറ്റ അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ റിലീസ് കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക്. പിന്നെ ചില കമ്പനി, വേറൊരു കമ്പനി അവർ കൂടുതലും there is a highly sales driven company, so travel segment ഉള്ള ഒരു കമ്പനി. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഫീഡ്ബാക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് റിയൽ ടൈം എന്നുള്ള രീതി നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കസ്റ്റമറുമായിട്ട് അവരുടെ സെയിൽസ് ടീം കണ്ടിന്യൂസ്ലി കോൺവെർസേഷൻ ആയിരിക്കും. അപ്പൊ പലപ്പോഴായിട്ട് ഫീഡ്ബാക്ക് ആ ഒരു ചാനലിൽ കൂടെ വരാറുണ്ട്. സോ ഇപ്പൊ പലരും ടെക്നോളജിയുടെ പോസിബിലിറ്റീസ് ആണ് നോക്കാറുള്ളത്. ഇപ്പൊ സ്ലാക്ക് ചാനൽസ് ഉണ്ടാവാം, ഇതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഉണ്ടാവാം. ഈ പറയുന്ന ഫീഡ്ബാക്സ് പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ മീൻസിലൂടെ വരാറുണ്ട്. ഇതൊക്കെ കൂടുതലും ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്. പക്ഷെ കുറച്ചുകൂടെ ഒരു പ്രോസസ് അല്ലെങ്കിൽ എംപിരിക്കൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ബിസിനസ് പ്രോഡക്റ്റ് മാനേജേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യും. അപ്പം ഈ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് മെഷറബിൾ സക്സസ് എന്ന് തുടക്കത്തിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടേതായ ടൂൾസ് ഉണ്ടാവും. പലപ്പോഴും ഓണസ്റ്റ്ലി ആസ് എ ഡിസൈനർ ഐ ആം നോട്ട് ദാറ്റ് കംഫർട്ടബിൾ യൂസിങ് മെനി ഓഫ് ദോസ് ടൂൾസ് ലൈക്ക് ആംപ്ലിറ്റ്യൂഡ്, ഹീപ്പ് ഓർ any of those things, right? പക്ഷെ at the same time we plan with them as much as possible early on so that those things are measured periodically. So പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് ഫീഡ്ബാക്ക്, ഈ ഫണൽ വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അവരുടെ ഒരു എന്താ പറയുക ഒരു റിഫ്ലക്ഷൻ സെഗ്മെന്റ് പോലെ പലപ്പോഴായിട്ട് നടത്തി ഫീഡ്ബാക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. കാരണം പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ പലരും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു അക്കാഡമിക്കൽ
ഇൻട്രസ്റ്റിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു യൂസർ ഫീഡ്ബാക്ക് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടല്ലോ. ഒരു അടച്ചിട്ട റൂമിൽ ആൾക്കാരെ വിളിച്ചിരുത്തി അത് ചെയ്യുന്നവരുണ്ട്. അത് ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളിൽ ചിലർ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും എസ്പെഷ്യലി സ്റ്റാർട്ടപ്പുകളിൽ ഇത് നടക്കാറില്ല. കാരണം ഒന്നാമതെ പ്രോഡക്റ്റ് തന്നെ ഒരു വളരെ ഫ്ലെക്സിബിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസരത്തില് എന്താ പറയാ, ഇങ്ങനത്തെ ടൂൾസുകൾ തരുന്ന ചില ഫീഡ്ബാക്ക് ഉണ്ട്. അതല്ലാണ്ട് അനാലിറ്റിക്കൽ ടൂൾസ് തരുന്ന കുറെ ഫീഡ്ബാക്ക് ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ റിയൽ ടൈം സെയിൽസ്, മാർക്കറ്റിംഗ് അങ്ങനത്തെ ചില ഇൻപുട്ടുകൾ വളരെ കൂടുതലായിട്ട് നമ്മൾ വരാറുണ്ട്. അത് ആക്ച്വലി മോസ്റ്റ് റിയലിസ്റ്റിക് പ്രോബ്ലം. എസ്പെഷ്യലി സെയിൽസ് ടീം തരുന്ന ഫീഡ്ബാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം അവരാണ് ട്രൈങ് ടു ലൈക്ക് എസ്പെഷ്യലി സാസ് പ്രോഡക്റ്റുകളിലൊക്കെ അവരാണ് ട്രൈങ് ടു സെൽ ദിസ് പ്രോഡക്റ്റ് സംബഡി. അപ്പം ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാള് ഒരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു വല്ലാത്തൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും പലപ്പോഴും. അതിനുശേഷം ഇപ്പോ വന്നിട്ടുള്ള നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻസ് നമുക്ക് കണക്ട് ചെയ്യാം. അതിന്റെ ഇടയിൽ ഇഷ്യൂ എന്താ ചോദിച്ചിട്ടുണ്ട്. What are the general data points do you use to validate the design? I agree that it varies always, but can you try to generalize it to mention some must-track data points? Workflow wise നോക്കുമ്പോൾ must-track data points പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു കുറച്ചൊക്കെ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഒരു ഇഫ് ദർ ഇസ് ഒരു യൂസർ ടാസ്ക് വിച്ച് ഇൻവോൾവ്സ് ജേർണി ബിറ്റ്വീൻ 3 to 4 സ്ക്രീൻസ്, ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ഇന്ററാക്ഷൻ വേണ്ടി വരും, എത്ര ടൈം സ്പെൻഡ് ആണ് ആവറേജ് ഉണ്ടാവേണ്ടത്, ഇങ്ങനത്തെ ചില ഒരു ബേസിക് ഗൈഡ് ലൈൻസ് നമ്മൾ ആദ്യമേ കൊടുക്കുന്നതാണ്. പിന്നെ മെഷർ ചെയ്യുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഇസ് നോട്ട് മാച്ചിങ് your hypothesis, there is always scope for you to change. So personally for me, വളരെ ബേസിക് ലെവലിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ the number of clicks or number of interactions the user has to do before completing this, and if those clicks are really adding value to the overall journey. കുറെ എൻഗേജ്മെന്റ് ഉണ്ടാക്കി ഒരു വർക്ക് ഫ്ലോ തീർത്തു എന്ന് പറയുന്നതിൽ കൂടുതൽ ആ എൻഗേജ്മെന്റ് എന്തെങ്കിലും മീനിങ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആണോ എന്നുള്ളത് കൂടെ മെഷർ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അത് കുറച്ചൊരു വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചോദ്യമാണല്ലോ. പക്ഷെ അത് കുറച്ച് സമയത്ത് കുറച്ചും കൂടി ഇതിന്റെ ഉള്ളിലേക്കാണ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വരുന്നത്. ലൈക്ക് ഓക്കെ, if one user sees the feedback of other users, won't there be issues of priming? In which case, how do you weigh them? And how can you use Facebook group, Slack or other common channels where feedback is visible to reaction ബാധിക്കില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, ഈ പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു പക്ഷേ സാധ്യമായിരിക്കും. പക്ഷെ ഈ സ്ലാക്ക് മോസ്റ്റ്ലി നമ്മൾ പറയുന്നത് സ്ലാക്ക് ഫീഡ്ബാക്സ് ആർ സ്ലാക്കിന്റെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് ബോട്ട്സുകളൊക്കെ വളരെയായിട്ട് കോൺഫിഗർ ചെയ്യാം. യൂസറിന്റെ ബിഹേവിയർ അനുസരിച്ച് സിഗ്നൽസ് നമുക്ക് തരും. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും എൻഗേജ്മെന്റ് ഏത് ലെവലിലാണ് യൂസർ എൻഗേജ് ആയിട്ടുള്ളത്, എത്ര സമയം എടുത്തു, അപ്പൊ ഇതൊക്കെ മെഷർ ചെയ്ത് സ്ലാക്കിൽ നമുക്ക് തരാൻ പറ്റും. അതല്ലാണ്ട് സ്ലാക്കിൽ പിന്നെ നമുക്ക് തരാറുള്ളത് ഈ സെയിൽസ് ടീമിന് കിട്ടുന്ന ഇൻസൈറ്റ്സ് അവർ നമുക്ക് അത് ഇന്റേണൽ ഫീഡ്ബാക്ക് ആണ്. അതൊരിക്കലും ബയാസ്ഡ് ആകാൻ സാധ്യതയില്ല. ഇന്റേണലി ആൾക്കാർ തരുന്നത് കുറച്ചുകൂടെ ലെസ് ബയാസ്ഡ് ആയിരിക്കും കമ്പയർഡ് ടു ആക്ച്വൽ യൂസർ ഫീഡ്ബാക്ക്. അപ്പൊ പ്രൈമിങ്ങിന് രണ്ടിടത്തും സാധ്യത കുറവാണ്. പക്ഷെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ യെസ്, ദർ ഇസ് എ ചാൻസ് ഓഫ് പ്രൈമിങ്. സർവീസ് ആയിട്ടാണോ ചെയ്യാറുള്ളത്, അതോ അവരോട് ഒരു ഡിസ്കഷൻ മോഡിലാണോ? ഡിസ്കഷൻ മോഡിലാണ് പലപ്പോഴും. സർവീസ് അധികം യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ചെയ്യാറുണ്ട്, പക്ഷെ ഐ മീൻ അഗെയിൻ എനിക്കത് അത്ര കുറച്ച് റിയൽ ടെക്സ്ച്വൽ ആയിട്ടുള്ള കുറച്ച് വോക്കൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. പിന്നെ അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഡെബ് ഹാൻഡ് ഓഫിനെ പറ്റിയിട്ടായിരുന്നു. എങ്ങനെയാണ് പല കമ്പനികളിലും, അതായത് പല ആൾക്കാർക്കും വർക്ക് ചെയ്യുന്ന നേരത്തെ പല രീതിയിലായിരിക്കുമല്ലോ ഡെബ് ഹാൻഡ് ഓഫ് ചെയ്യുന്നതാണ്. അപ്പൊ അതെങ്ങനെയായിരിക്കും ഈ പറഞ്ഞ പോലെ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, സ്പെഷ്യലി മൾട്ടിപ്പിൾ ടീംസിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ? ഡെബ് ഹാൻഡ് ഓഫ് ഞാൻ ഈ പറഞ്ഞ പോലെ ചില കമ്പനികളിലൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു ഡെവ് ടീം നമ്മുടെ കൂടെ വർക്ക് ചെയ്യും. ലൈക്ക് അത് കുറച്ച് വളരെ ചെറിയ അജൈൽ ടീംസ് ആകുമ്പോൾ, കുറച്ച് ടീം സൈസ് വലുതാകുമ്പോൾ ഇത് പലപ്പോഴും നടക്കാറില്ല. പക്ഷെ ഏർലി ഓൺ സ്റ്റേജ് ഒരു 10 പേരോ അല്ലെങ്കിൽ ഒരു 12 പേരുള്ള ഒരു സമയത്ത് പലപ്പോഴും ഒരു ഡെവ് ടീം മെമ്പർ അല്ലെങ്കിൽ ടീം ലീഡ് നമ്മുടെ കൂടെ പലപ്പോഴും ഈ സ്റ്റോറി ഡിസ്കഷനോ അല്ലെങ്കിൽ ഡിസൈൻ ഹാൻഡ് ഓഫ് ഡിസ്കഷനോ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യാൻ സമയത്ത്. പിന്നീട് ഇപ്പോഴത്തെ പണ്ടൊക്കെ
ഒരു സ്പെക് ഡോക്സ് ഒക്കെ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇപ്പൊ അത് പലപ്പോഴും ചെയ്യാറില്ല. കാരണം ഫിഗ്മ പോലത്തെ ടൂളുകളിൽ because almost everything is documented in a way inside the tool itself. Unless there is a very specific behavior that you want to be documented, അത് ചെയ്യാറുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ഞാനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോസസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ ഒരു ഫിഗ്മയിൽ പ്രോട്ടോടൈപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ, കാരണം പ്രോട്ടോടൈപ്പിൽ ചില കാര്യങ്ങൾ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഒന്നാമത് എഡ്ജ് കേസസുകൾ, അല്ലെങ്കിൽ ചില ബൗണ്ടറി കണ്ടീഷൻസ്, ഇത് എല്ലാം നമ്മൾ ബിക്കോസ് വി വിൽ ബി ഒപ്റ്റിമൈസിങ് ദി prototype for the best case scenario most of the time, or happy journey. ഞാൻ അടുത്തിടയ്ക്ക് ലൂം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ യൂസർ സ്റ്റോറി നറേറ്റ് ചെയ്തുകൊണ്ട് സ്ക്രീൻ ബൈ സ്ക്രീൻ പറയാൻ തുടങ്ങി. അപ്പം പല കേസുകളിലും ഈ ഒരു സ്പെസിഫിക് യൂസ് കേസിൽ ഇഫ് ദ യൂസർ ഹാസ് ലൈക് സേ എക്സാമ്പിൾ പറയാണ്, യൂസറിന് ഹാസ് എക്സ്പയർഡ് ഹിസ് അക്കൗണ്ട്, ഈ സമയത്ത് എങ്ങനെയായിരിക്കും ഇതിന്റെ ബിഹേവിയർ. അപ്പൊ ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഒരു ലൂം ഒരു വാക്ക് ത്രൂ പോലെ പറയുമ്പോൾ കുറച്ചുകൂടെ അധികം ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. ഇതേ സാധനം തന്നെ ഫിഗ്മ തന്നെയാണ്, പക്ഷെ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ഫയൽ ആയിട്ടും കൂടി കൊടുക്കുക. കറക്റ്റ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള അത് പലപ്പോഴും വളരെ പിറ്റേ ദിവസം ഒരു ഡിസൈൻ റിവ്യൂ ഉണ്ടെന്ന് വെച്ചോളൂ, നമ്മളൊരു ഹാൻഡ് ഓഫ് പോവാണ്. അപ്പൊ ഹാൻഡ് ഓഫിന് മുമ്പ് ഈ ഒരു ലൂം റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. ഇതാണ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം പലപ്പോഴും നമ്മളൊരു ഫയലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡെവലപ്പേഴ്സും വളരെ വർക്ക്ഡ് ആയിരിക്കും. അവർക്ക് പലപ്പോഴും ഇത് പോയി കാണാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യാനുള്ള, നാളെ പ്രസന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ലൂം കോൾ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, ഇതേപ്പറ്റി ആയിരിക്കും നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ചോദ്യങ്ങൾ ബി റെഡി വിത്ത് ദാറ്റ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. നല്ല ഐഡിയ ആണ് അത് ആക്ച്വലി. അപ്പോ സമയം കുറെ ആവുന്നുണ്ട്. ഞാനൊരു 3 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ആ എക്സ്പെക്ടേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നു ക്ലൈന്റുമായിട്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ക്ലൈന്റ്സ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കറന്റ് ബാക്ക്ലോഗ് ഒരുപാടുള്ള നേരത്തെ തന്നെ ഒരു പുതിയ ക്ലൈന്റ് വരുമ്പോൾ ചിലപ്പോൾ വളരെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് സ്റ്റാർട്ടപ്പ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ? രണ്ടാമത്തത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു പോയിന്റ് കാശിന്റെ കാര്യം, അതായത് ക്ലൈന്റിൽ നിന്നും കാശ് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള സ്ഥിരം ഫ്രീലാൻസ് ചോദ്യമുണ്ട്. പിന്നെ മൂന്നാമത്തത് പുതിയതായി വരുന്ന ആൾക്കാരോട്ട്, അതായത് ബിഗിനേഴ്സിന് എന്താണ് അഡ്വൈസ് ഉള്ളത് എന്നുള്ളതാണ്. ഈ 3 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതാക്കിയിട്ട് രണ്ടാമത്തെ ചോദ്യം ആദ്യമേ പറയാം. കാശിന്റെ കാര്യം ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ അതിനൊരു പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ടേക്ക് ഇനഫ് ടൈം ടു ജഡ്ജ് ദ ക്ലയന്റ്. ക്ലയന്റിന് നമ്മളെ അഫോർഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അവർക്ക് അതിനുള്ള ബാൻഡ്വിഡ്ത്ത് ഉണ്ടോ എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ എൻ്റെ ഒരു പൊസിഷനിൽ എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്രം അത് സാധിക്കുന്നു. എല്ലാവരെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ആദ്യത്തെ ക്ലയന്റുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ ഐ ഓൾറെഡി ഹാഡ് എ ജോബ്. സോ ഞാൻ ആ ജോബ് ക്വിറ്റ് ചെയ്യുന്നു എന്ന് തീരുമാനിച്ച ശേഷം ഒരു 4 മാസം സമയം എനിക്ക് ഒരു ആ മൈൻഡിൽ നമുക്ക് ആ ഒരു സ്പേസിലാണത്. ഓക്കെ, ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഒബ്വിയസ്ലി യു put less effort on the job and you start taking up the work that you are planning to do. So ആ ഒരു സമയത്ത് ശമ്പളമൊന്നും വാങ്ങിക്കാണ്ട് ഒരു ക്ലയന്റുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഐ കുഡ് അഫോർഡ് ടു ഡു ദാറ്റ്. സോ എസ്പെഷ്യലി ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ ജോയിൻ ചെയ്യാൻ ഒരു ഫ്രീലാൻസ് ജോബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദാറ്റ് കുഡ് ബി എ ഗുഡ് അപ്രോച്ച്. ഒരു 6 മാസം സമയം നിങ്ങൾക്കായിട്ട് കൊടുക്കുക. ഒരു സ്റ്റഡി ജോബ് ഉള്ള സമയത്ത് തന്നെ ട്രൈ ടു ഫൈൻഡ് other jobs where you could gauge your clients. You can actually എല്ലാ പ്രോജക്റ്റിലും എല്ലാ തരം പ്രോജക്റ്റിലും വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓണസ്റ്റ്ലി ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ് ഓൺ എ ഗ്രാഫിക് ഡിസൈൻ പ്രോജക്റ്റ് ഫോർ റൈറ്റ്. പല കേസുകളും ഫ്രീലാൻസ് നമ്മളുടെ ഒരു കൺസൾട്ടേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ലൈക് ലോങ് ടേം അല്ലാത്ത ക്ലയൻസിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ദിവസം ഞാൻ എല്ലാ ഡിസൈനും ഉണ്ടാക്കിയിട്ട് ഫിഗ്മ ഫയൽ തരാം, പിന്നെ ഞാൻ ആ വഴിക്ക് വരില്ല എന്ന് പറയുന്നത് നമുക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള പണിയാണെങ്കിലും അങ്ങനത്തെ ക്ലയന്റ് ഇതുവരെ വരാറില്ല. അവർക്ക് അതല്ലല്ലോ ആവശ്യം. അതിപ്പോ ഇംപ്ലിമെന്റേഷൻ സമയത്തും നമ്മളുടെ വേറെയാണ്. പക്ഷെ അപ്പോ എക്സ്പെക്ടേഷൻ എങ്ങനെ കിട്ടി? ഓക്കെ, ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റുന്നത് എടുക്കാറുള്ള എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു 40 മണിക്കൂർ ഞാൻ ഒരാൾക്ക് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻച്വലി യു വിൽ എൻഡ് അപ്പ് സ്പെൻഡിങ് മോർ ദാൻ ദാറ്റ്.
പക്ഷേ ആ 40 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ. ഇറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഡോണ്ട് ലൈക്ക് try to do too much within that 40 hours, because there could be times where you may not be able to put on like 40 plus hours. ചിലപ്പോൾ you will be able to spend only 30 hours. ആ ഒരു അപ്പം നമ്മളൊരു ഫൈൻ ബാലൻസ് വെച്ചിട്ട് 40 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നയിച്ചിട്ടുണ്ടെങ്കിലും 35 മണിക്കൂറിൽ 30 മണിക്കൂറിലുള്ള വർക്ക് ചെയ്യുക. ബിക്കോസ് ഇൻവേരിയബിളി ആ 10 മണിക്കൂർ കമ്മ്യൂണിക്കേഷനും മറ്റേതും ഒക്കെ ആയിട്ട് പോകാറുണ്ട്, റീവർക്കിനായിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് ഈ സമയത്ത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പാറ്റേൺ എസ്റ്റാബ്ലിഷ് ചെയ്യുക ആദ്യമേ തന്നെ. ആദ്യത്തെ ഒരു ക്ലയന്റിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഞാൻ കുറേയേറെ ചെയ്യാം എന്നുള്ളത് വെച്ച് ചെയ്തു കഴിഞ്ഞാലാണ് പ്രശ്നം. കാരണം ദെൻ ദാറ്റ് വിൽ ബിക്കം എ നോം, അവരും അത് എക്സ്പെക്ട് ചെയ്യും. പിന്നെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ക്ലയന്റ് ഉള്ളപ്പം നമ്മൾ കുറേയേറെ മൈൻഡ് സ്പേസ് ആ ക്ലയന്റിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ദ മോർ ക്ലയന്റ്സ് ദാറ്റ് യു ഹാവ്, ആ സെയിം ഫോക്കസ് ആൻഡ് മൈൻഡ് സ്പേസ് നമുക്ക് പറ്റില്ല. ഈ മൂന്നെന്ന് തന്നെ പറയുന്നത് തന്നെ ചില സമയത്ത് ഇറ്റ് വിൽ ബിക്കം എ ബിറ്റ് ടു മച്ച് ഫോർ യു, റൈറ്റ്? എസ്പെഷ്യലി ഹിരൻ തന്റെ ഓഡിയോ ഓക്കെ ബെറ്റർ ഓക്കെ How do you manage multiple projects as a freelancer, and typically how many clients do you have at a time? Hey Samu, okay, this guy is a friend of mine. He's a great designer, but he doesn't understand Malayalam. So even I'll handle him separately. Samu, I will explain this later to you now. But you know the number 3 at a time 3. Okay, അപ്പൊ ഈ 3 എന്ന് പറയുമ്പോ ഏതാണ്ട് ഒരു 70 hours ബില്ലിംഗ് ആവശ്യമല്ലേ? 3 എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 30 to 40 hours for each client. So invariably you will spend around in that is the time span. Okay, അപ്പോ ഏതാണ്ട് 30 to 40 per client ആണ് പറയുന്നത്. അപ്പോ ബാക്കിയുള്ള വീണ്ടും വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ചോദ്യത്തിലേക്ക് എത്തുകയാണ്. തനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എവിടെ നിന്നാണ് സമയം? ഇല്ലടോ, കാര്യമായിട്ടില്ലടോ, അതന്നെയാണ് പ്രശ്നം. See, that's the problem with being a freelancer. You may not get so much time, especially if this is the mode of work. Maybe it's a time that I should relook at it. But having said that, I think, you are not going to spend 30 hours all the time with a client. There are times when the clients are super packed and you are expected to be there with them for that much time or more. But invariably, ഒരു സ്റ്റാർട്ടപ്പ് പോലത്തെ സമയത്ത് there are lean hours also, right? അതിന്റെ ഇടയിൽ ഇന്ദ്രൻ ഒരു ചോദ്യം ചോദിച്ചു, അത് നിങ്ങൾ പേഴ്സണലി ഡീൽ ചെയ്തേക്ക്. അപ്പൊ ഇനി ബിഗിനേഴ്സിനോട് പുതിയതായിട്ട് പ്രത്യേകിച്ച് UXD അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈനിലേക്ക് വരുന്ന ഫ്രീലാൻസ് ആൾക്കാരോടുള്ള അഡ്വൈസ് എന്തായിരിക്കും? അതിന്റെ ഇടയിൽ ഇർഫാൻ അതിന്റെ ഇടയിൽ പേയ്മെന്റ് എങ്ങനെ, അതായത് എങ്ങനെ ബില്ല് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയിട്ട്, അതായത് ആ അവർലി പ്രൈസിങ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി റോഷന്റെ കൂടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര കാലത്തേക്കുള്ള പ്ലാനിങ് എന്നുള്ളത്. Do you plan to work for 12 months in a year or do you plan to break a month? ഇങ്ങനത്തെ ഭയങ്കര See, I have EMIs to pay. I have EMIs to pay, so there is no way. The day when the bank says, hey, you can take like 1 or 2 months off, I will also think about it. If there is no other way. So, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വൈസ് ടു ബിഗിനേഴ്സ്, പിന്നെ എങ്ങനെ കോസ്റ്റ് ചെയ്യുന്നു? ബിഗിനേഴ്സിന് എനിക്ക് തോന്നുന്നത്, ഒന്ന് ആദ്യം പറഞ്ഞാൽ നിങ്ങൾ you may not be able to start on your own immediately. Most of the time, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10-12 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വാസ് ഇനഫ്, or at least that was a good starting point for me to get into this role. പിന്നെ കുറച്ചൊക്കെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് പറയില്ലെന്ന് ഇപ്പൊ പറഞ്ഞാൽ തന്നെ, having certain label also helps, especially when you don't have a great portfolio to back you up. സോ അതില്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ സമയവും എഫേർട്ടും ഒരു നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ആൻഡ് ദെൻ ബിൽഡ് യുവർ നെറ്റ്വർക്ക്സ്. പലപ്പോഴും ഈ ഒരു ഫീൽഡ് വരുമ്പോൾ ആൾക്കാർ വേർഡ് ഓഫ് മൗത്ത് പലപ്പോഴും എന്താ പറയുക, ഒരു ട്രിപ്പിൾ ഷോട്ട്സ് മാത്രം കണ്ട് ആരും നിങ്ങളെ ഹയർ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അവർ ദ വേൾഡ് ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ, it's shrinking. Everyone knows every other person now, right? It's just a tweet or a DM away. So നിങ്ങളുടെ നെറ്റ്വർക്കുകൾ നിങ്ങൾ ബിൽഡ് ചെയ്യുക. നിങ്ങളെ പറ്റിയുള്ള നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ വഴിയോ അല്ലെങ്കിൽ എന്താ പറയാ
be able to go back to them and have their recommendation anytime you need it. ആ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക. ഇതിനായിട്ട് വേണ്ട ഒരു എസെൻഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ഗുഡ് വിത്ത് യുവർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളൊരു ഡിസൈനർ മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റ് പേഴ്സണൽ നിങ്ങൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കുറെ കൂടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ക്ലയൻസ് ചില സമയത്ത് ഉണ്ടാക്കേണ്ടി വരും. എസ്പെഷ്യലി വെൻ യു ആർ ടോക്കിംഗ് വിത്ത് business leaders and people who are going to be influential, right? ഇന്നത്തെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആയിരിക്കാം, നാളെ he is going to be an investor or angel guy, right? So ആ ഒരു പോസിബിലിറ്റി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ്, ഇന്നടുത്ത് ഞാൻ ഇത് കമ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ ചെയ്യുന്നതും എത്ര നല്ല ഔട്ട്പുട്ടിൽ ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളത് അതിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്പേസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യുക. ഞാൻ പലതരത്തിൽ കാണുന്നത് എനിക്ക് തോന്നുന്ന വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എക്സ്ട്രീംലി ടാലന്റഡ് പീപ്പിൾ, ബട്ട് പല സമയത്തും ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിൽ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് എന്നുള്ള കാര്യത്തിൽ പലരും അത്ര കണ്ട് സീരിയസ് ആകാറില്ല. ഇപ്പൊ തുടക്കക്കാരോട് എസ്പെഷ്യലി ആ ഒരു കൾച്ചർ കുറെ കൂടെ നന്നായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു take off your career much. It is much better launch pad for you. As for billing, see, ഞാൻ സിമ്പിൾ മാത്താണ്. നമുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ബില്ലിംഗ് ഞാൻ എങ്ങനെ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയും EMI ഉണ്ട്, എനിക്ക് ഇത്രയും ഗ്രോസറിയുടെ ആവശ്യമുണ്ട്, എനിക്ക് ഇത്രയും സേവിങ് വേണം. You basically do a tally of all that and you also see what your current CTC is. റൈറ്റ്? ആ ഒരു CTC-യുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് എക്സ്പെക്ടേഷൻ? അടുത്ത് നിങ്ങൾ ആ കമ്പനിയിൽ തുടരുകയാണെങ്കിൽ ഒരു ജമ്പ് നടത്തുകയാണെങ്കിൽ എത്ര കണ്ട് ജമ്പ് നിങ്ങൾ സാലറി ഹൈക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു? അപ്പൊ അതിനെ നിങ്ങൾ ബേസിക്കലി divide it by the amount of hours that you can actually spend. Like that is, if you are keen in earning as much as you are able to earn in your previous job. അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ബേസ് മാത്രം മതി, എനിക്ക് എന്താ പറയുക, എന്റെ കാര്യങ്ങളൊക്കെ കഴിയണം, അത് കഴിഞ്ഞുള്ളത് എന്ത് കിട്ടിയാലും ബോണസ് ആണെന്നുള്ള രീതിയാണെങ്കിൽ തുടക്കക്കാർക്ക് ഒരുപക്ഷെ അതൊരു സിമ്പിൾ മാത്തായിട്ട് ചെയ്യുക. ഇത്ര എനിക്ക് ആവശ്യമുണ്ട് മാസം സർവ് ചെയ്യാനായിട്ട്, ഇതിൽ ഞാൻ ഇത്ര അവർ ഞാൻ ഫ്രീലാൻസർ ആണെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് കുഡ് ബി യുവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദെൻ. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റിനെ പറ്റി നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഉണ്ടാവണം. നിങ്ങളെപ്പോലുള്ള ഒരു നിങ്ങളുടെ പോലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാള്, നിങ്ങളെ പോലെ തന്നെ ഒരു ഔട്ട്പുട്ട് തരാൻ കഴിവുള്ള ഒരാള് എത്ര കണ്ട് റേറ്റ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാം. ഓപ്പൺലി യു ക്യാൻ ആക്ച്വലി യൂസ് യുവർ പേഴ്സണൽ നെറ്റ്വർക്ക് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ്. ആൻഡ് അത് അപ്ഫ്രണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ക്ലയന്റിന്റെ അടുത്ത്. അത് ക്ലയന്റിനെ കൊണ്ട് അത് തുടക്കത്തിനെ പറയാറില്ല ഞാൻ പൊതുവെ. സി ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ്. നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം റേറ്റ് സംസാരിക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. അത് ആദ്യത്തെ മീറ്റിംഗിൽ പറയണോ രണ്ടാമത്തെ മീറ്റിംഗിൽ പറയണോ എന്നുള്ള ഒരു റൂൾ ബുക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. once you are really confident that you can actually do some really awesome work with this client, it's the right time for you to tell them that, hey, I can work with you, but this is my rate. ഈ റേറ്റിംഗിന്റെ കാര്യത്തിൽ ഇതിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു തിങ്ക് ദാറ്റ് ഇറ്റ്സ് എ വെരി ബിഗ് ജോബ്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാശ് സംസാരിക്കുക. ലൈക്ക് ഇഫ് ദേ ക്യാൻ അഫോർഡ്, അല്ലെങ്കിൽ ഒരു ഫണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ദേ ഹാവ് എ സോളിഡ് പ്ലാൻ വിത്ത്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഓൺ തേർഡ് ഓർ ഫോർത്ത് മീറ്റിംഗ് സംസാരിച്ചാൽ മതി. പക്ഷെ ഒട്ടും അറിയാത്ത ഒരാൾ ആദ്യം കയറി വന്നിട്ട് ഇന്ന സാധനം ചെയ്തു തരുമോ, വെദർ ഇറ്റ് ഇസ് എ വൺ ടൈം എന്താ പറയുക വർക്ക് ഓർ എ കൺസൾട്ടേഷൻ, ആദ്യം തന്നെ if we are not clear about what they are expecting or what they can afford, ആ ഒരു പോയിന്റ് വരുമ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ ടു ഹാവ് എ കോൺവെർസേഷൻ അറ്റ് ദ സ്റ്റാർട്ടിങ് itself. ഇപ്പൊ അതൊരു എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോജിക് ആയിട്ട് ആൾക്കാർ പറയാറുണ്ട്. അത് പലപ്പോഴും നമ്മള് ഒരു ബിസിനസ് എൻക്വയറി വരുമ്പോ അവരെ പറ്റി ഒരു ബേസ് റിസർച്ച് നടത്തുക. എങ്ങനെയുള്ള ആൾക്കാരാണ്, നമ്മുടെ നെറ്റ്വർക്കിൽ അവരുണ്ടോ, അല്ലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ നെറ്റ്വർക്കിൽ അവരുണ്ടോ, ആ ഒരു റിസർച്ച് ഒക്കെ നടത്തിയതിനു ശേഷം ഒരു ബേസിക് അസസ്മെന്റ് നടത്താം. അപ്പം പിന്നെ ചില സമയത്ത് ക്ലാരിറ്റി എന്നുള്ള ഒരു സംഭവങ്ങളുണ്ട്. ചില സമയത്ത് നമുക്ക് ബിസിനസ് റിക്വയർമെന്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ എന്തുമാത്രം ക്ലാരിറ്റിയോടെയാണ് ഇവർ സംസാരിക്കുക എന്നുള്ളത്. വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്കിത് വേണം, എന്താ പറയാ, ചിലപ്പോൾ എന്താ പറയുക, എനിക്ക് 10 സ്ക്രീനിന്റെ ആവശ്യമുള്ളൂ, ഈ 10 സ്ക്രീൻ നിങ്ങൾ ഡിസൈൻ ചെയ്ത് തരുമോ എന്നുള്ളത്. See, if I'm a UI designer, maybe I can take up that work. But as a UX designer, I may not be keen in doing that. കാരണം
എനിക്ക് കുറെ കൂടെ എനിക്ക് കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം. അപ്പം ഓൾറെഡി വളരെ ക്ലാരിറ്റിയോടെ ഒരാൾ വന്ന് ഇത് പോളിഷ് ചെയ്ത് തരും, അല്ലെ ഇത് ഇത്രയേ ഉള്ളൂ സ്ക്രീൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, okay, if I am really in need for money at that stage, I don't have to think about the long term relationship at that point. ഞാൻ പറയും okay, ഇത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല, UI ഡിസൈൻ ഞാൻ ചെയ്തു തരാം, പക്ഷെ ഇതിന്റെ റേറ്റ് ഇതാണ്, തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തീർക്കാം. For that I don't have to wait for establishing a great relationship and all that. സോ അപ്പൊ ബീനേഴ്സിന് വേറെ എന്തുണ്ടോ നീ പോയിന്റ്സ് പെട്ടെന്ന് പറയാനൊന്നുമില്ല. എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്നുണ്ട് ഇതുണ്ടായിരുന്നത്, ബി പ്രോംപ്റ്റ്, കമ്മ്യൂണിക്കേറ്റ് വെരി വെൽ. You could be a kick-ass designer, but if your communication is not great, it's very difficult for you to survive as a freelancer. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മലയാളി ഗ്രാഫിക് ഡിസൈനർ ക്രൗഡിന് മാത്രമുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഈ പറയുന്ന പോലെ കാശ് തരാത്ത ക്ലയൻസ്. മീൻസ് അഡ്വാൻസ് വാങ്ങുക, അല്ലെങ്കിൽ ആദ്യമേ ഫിനാൻഷ്യലിനെ പറ്റി സംസാരിക്കുക, ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, ഇങ്ങനത്തെ പല സാധനങ്ങളും നമ്മൾ ചെയ്യാതെ, നമ്മുടെ സൈഡിൽ നിന്നുള്ള പ്രൊഫഷണലിസം പല സമയത്തും നമ്മൾ കാണിക്കാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലാരിറ്റിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, എന്നിട്ട് പിന്നെ ക്ലയൻസിലേക്ക് പോകുന്ന ഒരു സംഭവം വരാറുണ്ട് പല സമയത്തും. മൾട്ടിലിംഗ്വൽ ആപ്പുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചില ഭാഷകളിൽ ഡിസൈൻ പൊട്ടുന്ന സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഭാഷകളിൽ സ്ട്രിംഗ് ലെങ്ത് കൂടുതലായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. ഞാനിത് സോൾവ് ചെയ്തിട്ടുണ്ട്, എന്നെ ഹയർ ചെയ്താലും മതി. ഇല്ല എനിക്ക് പണിയുണ്ട് ക്രിസ്ത്യൻ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ക്രിസ്? എന്താ പറയാ, നമ്മുടെ ഋഷി ഈ ഇതിന്റെ ലെങ്ത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യാറുള്ളത്, പൊട്ടൻഷ്യലി സ്കോപ്പുള്ള ലാംഗ്വേജുകൾ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കും, അതിൽ ഏതാ ഫോണ്ട് നോക്കും, എന്നിട്ട് എവിടെയൊക്കെയാണ് ടെക്സ്റ്റ് വരുന്നത്, എത്രത്തോളം പൊട്ടുണ്ടെന്ന് നോക്കും. ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ക്വിൻടൈപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലൈന്റ് എന്ന് പറയുന്നവരുടെ കണ്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കണ്ടന്റിൽ ഇത്ര ലെങ്തേ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് എ സോർട്ട് ഓഫ് പ്ലേസ് ഹോൾഡ്. അപ്പൊ പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഡിസൈനും കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പൊ ഒരു കാറ്റഗറിക്ക് മാത്രം വേണ്ടിയുള്ള ഒരു ടാഗ് ആയിരിക്കും, നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ 2 ലൈനിലേക്ക് അഥവാ അത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു RTL ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ അവരോട് പറയുക ഈ ഡിസൈൻ ഇപ്പൊ പൊട്ടാൻ വഴിയുണ്ട്, അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ഇതാണ് സജസ്റ്റ് ചെയ്യുന്ന ബാൻഡേഡ്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അതും കൂടി ചെയ്യലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇത്രത്തോളം ലോക്കലൈസ്ഡ് പ്രോഡക്റ്റ് അല്ല നമ്മുടെ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ക്ലൈന്റ് ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ അവരുടെ ഇംഗ്ലീഷ് പത്രത്തിന്റെ അതേ ഡിസൈൻ എടുത്തിട്ട് ഒരു മലയാളം പത്രം തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതൊരു 1 day അല്ലെങ്കിൽ 2 day പ്ലാൻ അല്ല, ഇറ്റ്സ് എ മന്ത്സ് ഓഫ് എഫേർട്ട്. അപ്പോൾ നോർമലി അത് ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നം വന്നിട്ടില്ല. ബട്ട് അങ്ങനെ ഇത് കുറച്ചുകൂടെ ഒരു ഡീപ് ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണല്ലോ. ഇപ്പൊ കൃഷി ചോദിച്ചത് ജസ്റ്റ് ഒരു ലാംഗ്വേജ് ബണ്ടിൽ പോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണോ, അതോ ഒരു എഡിറ്റോറിയൽ ടീമിന്റെ ഇന്റർവെൻഷനോടെ? UX റൈറ്റിംഗ് ഒരു പണിയാണ്, അത്ര എനിക്ക് അറിയുള്ളൂ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ അത് എഫക്റ്റീവ് ആക്കാൻ സഹായിക്കേണ്ടതാണ്. കാരണം ഋഷി പറയുന്ന സ്കെയിൽ ഇസ് ഡിഫറെന്റ്. ലൈക്ക് നാളെ 13ാമത്തെ ഭാഷ അല്ലെങ്കിൽ 14ാമത്തെ ഭാഷ എന്നൊക്കെ പറയുമ്പോൾ ഡിസൈൻ അതിന് വേണ്ടി ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് മൈറ്റ് റിക്വയർ എ UX റൈറ്റർ. ഇത് നമ്മള് നോട്ട് എ റിയൽ UX എക്സ്പീരിയൻസ്. പക്ഷെ നമ്മളിപ്പോ ഇൻഫോഗ്രാഫിക്സിന് വേണ്ടി ചില വർക്കുകൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ഇംഗ്ലീഷ് എന്നുള്ള ഒരു ബേസ് ലാംഗ്വേജിൽ നമ്മൾ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നു, ക്യാൻവാസ് കൺസ്യൂം ചെയ്യുന്നു. അതിനുശേഷം വൺസ് ഇറ്റ് ഗോസ് ഇൻ ടു മൾട്ടിലിംഗ്വൽ ഓർ ഇൻഡിക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻസ്, ഇറ്റ് ബ്രേക്സ്. ബിക്കോസ് പലപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ ഡോണ്ട് ഗോ ഫോർ ലിറ്ററൽ ട്രാൻസ്ലേഷൻ, കോണ്ടെക്ച്വലി ഇത് ചെയ്യുക. കാരണം അതാണ് ഞാൻ ചോദിച്ചത്, ഡിപ്പെൻഡിങ് ഓൺ ഇഫ് ഇറ്റ്സ് ലൈക് ബണ്ടിൽ ഓട്ടോ ട്രാൻസ്ലേഷൻ വേഴ്സസ് സംബഡി ആൻ എഡിറ്റോറിയൽ ടീം ഇസ് വർക്കിംഗ് ഓൺ ഇറ്റ്, ദെൻ യു മൈ പ്രോബ്ലി ഹാവ് ടു എസ്റ്റാബ്ലിഷ് editorial guidelines which ensures things are not getting broken. So
Okay. Cool. I think we only have 18 seconds remaining. We need to close. Yeah. Yeah. Sorry for the initial trouble, guys. Next time ഞാനും ആനന്ദും ഞങ്ങളുടെ